ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കയും കുറച്ച് പട്ടയും 4-5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതിയാകും. ഇനി ഈ നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 3/4 കിലോളം ചിക്കൻ ഉണ്ടാകും. അതിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ചെറുതായിട്ട് അരിയാൻ തന്നെ നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കീറിയിട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഏകദേശം വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി എടുക്കുമ്പോൾ തൊലി കളയാനൊന്നും നിൽക്കേണ്ട കേട്ടോ. കാരണം തൊലിയോട് കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അരച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം 3/4 കിലോളം വരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലോട് കൂടി തന്നെയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എല്ലില്ലാതെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സവാളയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ സവാളയും ചിക്കനും ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങി. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച മസാലയില്ലേ, ആ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചും മസാലയ്ക്ക് അനുസരിച്ചും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3/4 സ്പൂണോളം പെരുംജീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വറുത്ത് പൊടിച്ച മസാല അധികം പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മസാല നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ സ്വാദ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ചിക്കൻ ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.